കർണാടകയിൽ നാളെ പോകുന്നു പറഞ്ഞു. മറ്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ അങ്ങനെ ഒരു മൂവ്മെന്റ് ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നീതിപൂർവമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക ഉണ്ടാവണം. യഥാർത്ഥ ജെന്യൂൻ വോട്ടർമാരെ വെച്ചുകൊണ്ടൊരു വോട്ടർ പട്ടിക ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരമ്പരകൾക്ക് തന്നെയാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. നാളെ ബാംഗ്ലൂരിലുണ്ട്, 11-ാം തീയതി ഡൽഹിയിൽ ഇന്ത്യ പ്രതിപക്ഷ എംപിമാരുടെ മാർച്ചുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നേരെ. ഞങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചതാണത്. 17 മുതൽ രാഹുൽ ഗാന്ധിയും അവിടുത്തെ മഹാഗഡ്ബന്ധൻ നേതാക്കന്മാരും തേജസ്വി യാദവ് അടക്കം നേതാക്കന്മാർ നയിക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ബീഹാർ നടക്കുന്നുണ്ട് ഈ ഒരൊറ്റ ഇഷ്യൂ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഈ വിഷയം വിടാൻ പോകുന്ന പ്രശ്നമില്ല. അവർക്ക് പൊള്ളും. BJP-ക്കാർ ഇറങ്ങിയിട്ടുണ്ട്, കള്ളി വെളിച്ചത്താവിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളന്മാരുടെ കള്ളി കൃത്യമായി വെളിച്ചത്തോണ്ട് വരും. ഇപ്പോൾ അതിന്റെ വിരളി പഠിപ്പിച്ചുകൊണ്ടതിലെ സമീപനാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരട്ടെ. നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ കമ്മീഷൻ തള്ളുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് സമാനമായ അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട. ഇതൊക്കെ വരുമല്ലോ പുറത്ത്. നമ്മളിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇതുവരെ നിങ്ങൾ പറഞ്ഞത് എന്താണ് തെളിവുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത്? നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് അട്ടിമറി നടന്നു. ഇന്ന് ഞങ്ങളൊരു അസംബ്ലി കോൺഫറൻസിൽ 1,00,000 വോട്ടിന്റെ കണക്കാണ് അറിഞ്ഞിരിക്കുന്നത്. 1,00,000 വോട്ടിന്റെ കണക്ക് നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റും. ആ അസംബ്ലിയിൽ ഏഴ് പാർലമെന്റിൽ 7 അസംബ്ലി ഉണ്ട്. 6 എണ്ണം എണ്ണിക്കഴിഞ്ഞപ്പോൾ 86,000 വോട്ടിന് ലീഡ് ചെയ്യായിരുന്നു കോൺഗ്രസ് കാൻഡിഡേറ്റ് മൻസൂർ അലി. 7ാമത്തെ എണ്ണിയപ്പോൾ 1,14,000 വോട്ടിന് ലീഡ് അവർ ഒറ്റയടിക്ക് നേടുകയാണ്. മഹാരാഷ്ട്രയിലെ ഇലക്ഷന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു, ഹരിയാനയിലെ ഇലക്ഷന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അന്നൊന്നും ആരും വിശ്വസിച്ചില്ല. കോൺഗ്രസ് പറയുന്നത് കള്ളക്കണക്ക്. സത്യമാണ്, നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല, തെളിവ് വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 മാസക്കാലം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ റിസർച്ച് വിങ് ശക്തമായിട്ട് നടത്തി 10-40 പേര് ഒന്നിച്ചിരുന്ന് ഈ പറയുന്ന ആ കെട്ട് കാണിച്ച്, നേരത്തെ പത്രസമ്മേളനത്തിൽ കാണിച്ച അത്രയും കെട്ടുകൾ പരിശോധിച്ചിട്ടാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വിടുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ക്വിറ്റ് ഇന്ത്യ സമരം പോലെയുള്ള ഒരു ഡു ഓർ ഡൈ പോരാട്ടമാണ്. പിന്നെ എന്തിനാ ജനാധിപത്യം? വോട്ട് ചെയ്യാനുള്ള അവകാശം സാധാരണക്കാർക്കില്ലാതെ ഈ വോട്ട് മുഴുവൻ കാപട്ടി നടത്തുകയാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന്റെ അർത്ഥമാണ്. നമ്മൾ ഈ ചെയ്യുന്ന ജോലി എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്കും കുറെ വോട്ട് ചേർക്കാം. നിങ്ങളത് കണ്ടതല്ലേ? അച്ഛന്റെ പേര് കണ്ടു, വീട്ടില്ല. ഒരു മുറിക്കകത്ത്, ഒരു മുറി വീടിനകത്ത് 80 വോട്ട്. അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ താമസയില്ല. ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള കാര്യമാണ്. ഇങ്ങനെ 100 കണക്കിൽ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള നാളത്തെ മാർച്ചുണ്ട്. 11-ാം തീയതി ഡൽഹി ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ചുണ്ട്. ഈ വിഷയം ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരിൽ ഒത്തുകൂടുന്നുണ്ട്. അവിടെയും ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം തന്നെയാണ്. ഈ കൃത്രിമം ഇലക്ഷൻ കമ്മീഷന് നീതിപൂർവമായി പ്രവർത്തിക്കണം. മുമ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടില്ല. ഏത് പാർട്ടി ഭരിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായിരിക്കും. പക്ഷേ ഇപ്പോഴാണ് കുറഞ്ഞ ആളുകളായിട്ടാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. കോടതി കേസുണ്ടല്ലോ, ഓൾറെഡി SIR കേസ് കോടതിയിലുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആള് ഇപ്പം ഡാറ്റ എടുക്കേണ്ടതാണ്. അതിൽ ഇലക്ഷൻ കേസായിരുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിക്കും. നിയമവശങ്ങൾ ആലോചിക്കും, രാഷ്ട്രീയ വശങ്ങൾ ആലോചിക്കും. ഈ വിഷയം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.